കൊല്ലം DCCയിൽ കയ്യാങ്കളി INTUസിയുടെ നേതൃസംഗമത്തിനിടെയാണ് കയ്യാങ്കളി ഉണ്ടായത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ കൈപ്പള്ളി മാധവൻകുട്ടി യോഗത്തിനെത്തിയതാണ് തർക്കത്തിൽ കലാശിച്ചത്. അരുൺരാജ് വിവരങ്ങൾ നൽകും. കൊല്ലത്ത് നിന്ന് അരുൺ, എന്താണ് സംഭവിച്ചത്? ഈ പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോയോ? പോലീസൊക്കെ എത്തേണ്ട സാഹചര്യം ഉണ്ടായോ? വിജയകുമാർ, എന്താണ് സംഭവിച്ചതെന്ന് അവിടെ കൂടിയിരുന്ന കോൺഗ്രസുകാർക്ക് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊല്ലം DCCയിലാണ് ഇന്ന് INTUസിയുടെ വിവിധ യൂണിയനുകളുടെ നേതൃയോഗം വിളിച്ചു ചേർത്തത്. ജില്ലാ പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ INTUസി സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ പങ്കെടുക്കുകയായിരുന്നു. ഈ പങ്കെടുക്കുന്നതിനിടയിലാണ് നേരത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായ ഈ കൈപ്പള്ളി മാധവൻകുട്ടി അവിടേക്ക് എത്തുന്നത്. അവിടേക്ക് എത്തുന്ന സമയത്താണ് ഏരൂർ സുഭാഷ് ഇതിനെ ചോദ്യം ചെയ്തു. എന്തിനാണ് താൻ ഇവിടെ ഈ യോഗത്തിന് എത്തുന്നതെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ചോദ്യം. കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഇയാൾ വാദിച്ചു. പക്ഷേ അപ്പോൾ ഈ കൈപ്പള്ളി മാധവൻകുട്ടി പറഞ്ഞ ഒരു വാദം, കോൺഗ്രസിൽ നിന്നാണ് പുറത്താക്കിയത്, പക്ഷേ INTUസിയിൽ താൻ ഇപ്പോഴും ഉണ്ട്, താൻ യൂണിയന്റെ ഭാരവാഹിയാണ്, യൂണിയന്റെ പ്രസിഡന്റാണ്, സ്വാഭാവികമായും തനിക്ക് ഈ യോഗത്തിലെത്താം, ഇത് പറഞ്ഞാണ് വാക്കുതർക്കം ഉണ്ടായത്. ഒടുവിൽ കുത്തിരി പിടിക്കുന്ന അവസ്ഥ വരെ ഇരുവരും തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും സംഭവം ഒടുവിൽ നേതൃത്വം അടക്കം ഇടപെട്ട് ഇപ്പോൾ പരിഹരിച്ചു. ഇപ്പോൾ യോഗം അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തമ്മിലുള്ള പ്രശ്നം അത് ഈ നേതാക്കളെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും ഏറെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. ഏറെ നാളിന് ശേഷമാണ് ഇത്തരമൊരു സംഭവം കൊല്ലം DCCയിൽ അരങ്ങേറുന്നത്. ഈ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന വ്യക്തിയുള്ള ഒരാൾ കൂടിയാണ് ഏരൂർ സുഭാഷ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ കൈപ്പള്ളി മാധവൻകുട്ടി യോഗത്തിനെത്തിയതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ആ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.